ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ്ങാണ്. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കിടാൻ പോകുന്നത്. അപ്പോൾ രാവിലെ ഞാൻ ഭക്ഷണമെല്ലാം മുമ്പേ കഴിച്ച് കേട്ടോ. കഴിച്ച് കഴിഞ്ഞ് ആദ്യം രാവിലെ തന്നെ വീഡിയോ എടുക്കാൻ ഭയങ്കര മടി. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് മുടിയിലൊന്ന് വാരി കെട്ടി, മുടിയൊന്നും ചൂടായാണ്ട് മേലെയാണ് കെട്ടിയിട്ടുള്ളത്. പിന്നെ ഒരു പൊട്ട് തൊട്ട് കാതിലിയും തൊട്ട്. അപ്പോൾ അടുക്കളയിലേക്ക് പോകുമ്പോൾ അതുകൂട്ടന് വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഓൻ എടുക്കാനായിട്ട് ദേഷ്യം പിടിച്ചു. അപ്പോൾ അച്ഛൻ റോട്ടിൽ പോകുമെന്ന് ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ മീൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്നാ വെക്കണ്ടേന്ന് ആലോചിക്കുമ്പോൾ അത് ഉണക്കച്ച മീൻ കണ്ടത് കേട്ടോ. അപ്പോൾ അതെല്ലാം എടുത്ത് പുറത്ത് വെച്ച് പിന്നെ അടുപ്പൊന്ന് അടിച്ച് വാരി ഒന്ന് തുടക്കുന്നുണ്ട്. അത് തുടച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തീയൊന്ന് പൊന്തിക്കാം. തീയെല്ലാം ഒന്ന് പൊന്തിച്ച് പിന്നെ ചോറിനുള്ള വെള്ളമെല്ലാം വെക്കാനുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ തീ പൊന്തിക്കാൻ കുറച്ച് പണിയാണ്. നമുക്ക് വിറകെല്ലാം ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഇനിയിപ്പം വിറകിറക്കേണ്ടി വരും, അല്ലെങ്കിൽ ഗ്യാസിൽ തന്നെയായിരിക്കും ചോറ് വെക്കേണ്ടി വരിക. അപ്പോൾ തീയെല്ലാം നല്ലോണം പൊന്തിയിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി വെള്ളം തിളച്ചതിന് ശേഷം അരിയിടാം. നമ്മൾ റേഷൻ പീടികയിൽ നിന്ന് കുറച്ച് കുത്തരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കുത്തരിയാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ വെള്ളം തിളക്കാണ്ട് ഇടണ്ട വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ ഗ്യാസിൻ്റെ അടുപ്പെല്ലാം ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് നല്ല എണ്ണ മെഴുക്കെല്ലാം ഉണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി. പിന്നെ ഇത് കറി വെക്കാനുള്ള തേങ്ങ ചിരണ്ടാനുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങയെല്ലാം ചിരണ്ടി പിന്നെ അരക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഉണ്ടായത്. അപ്പോൾ ഇതിലിടക്ക് അനൂട്ടി നിൽക്കാൻ വന്നിട്ടുണ്ട്. അനൂട്ടി അപ്പോൾ അവളോട് രണ്ട് വർത്താനം പറയാമെന്ന് മിക്സിയൊന്നും അടിച്ചിട്ടുണ്ടായിട്ടില്ല. മിക്സിക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. തൊട്ട് പിടിക്കാൻ പറ്റില്ല, അടിക്കുമ്പോൾ ഷോക്ക് അടിക്കും ചെറിയൊരു. അതുകൊണ്ട് ഞാൻ അങ്ങനെ പിടിച്ച് അങ്ങനെ അടിക്കാൻ നിൽക്കലില്ല. പിന്നെ ചീര, ഉച്ചക്ക് ചീരയാണ് ഉണ്ടായത്. അപ്പോൾ ചീര അമ്മ മുറിച്ചിടുന്നുണ്ട്. അപ്പോൾ നാടൻ ചീരയാണ്, മുണ്ടയുടെ റോട്ടിൽ നിന്ന് വാങ്ങിയതാണ്. കുറച്ച് തണ്ടെല്ലാം ചെറിയൊരു മൂപ്പുണ്ട്, എന്നാലും വെച്ച നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ഒരു ഉച്ചക്ക് ഫുഡെല്ലാം കഴിച്ച ശേഷം നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയ വിഷുവല്ലേ വരുന്നത്. അപ്പോൾ കുറച്ച് ഡ്രസ്സെല്ലാം എടുക്കണ്ടേ. നമ്മളിപ്പോഴേ ഡ്രസ്സെല്ലാം എടുത്ത് വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നത് ഫാമിലിയിലാണ് വന്നത്. ഇവിടുത്തെ എനിക്ക് എന്തോ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് എടുത്ത തുണിയില്ലേ, അതിൽ നല്ല ക്വാളിറ്റിയുള്ള തുണിയാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിനെ. അപ്പോൾ ഡ്രസ്സെല്ലാം എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ താങ്ക് യു.